എന്റെ പ്രാണനെ ഹത്യ ചെയ്തിട്ട് നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി തുറന്നു. കേരളക്കര പോലും ഞെട്ടിയ നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറയിലെ രഹസ്യങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. വിവാദ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ 3 തലത്തിലുള്ള പരിശോധനകളാണ് നടത്തുന്നത്. സമാധി പൊളിച്ചപ്പോൾ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു അധികൃതർ അവിടെ കണ്ടത്. ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങളും മുഖത്തും ശിരസിലും വിഗ്രഹങ്ങളിലേതുപോലെ കളഭവും ചാർത്തിയ നിലയിലായിരുന്നു ഗോപൻ സ്വാമിയെ കണ്ടത്. മക്കൾ ഇതുതന്നെയാണ് പോലീസിനോടും പറഞ്ഞത്. കണ്ടെത്തിയ മൃതദേഹത്തിനു ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിരുന്നു. ഇതൊക്കെ മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്തത്. എന്തായാലും പരിശോധനകൾ നടത്തുകയാണ്. പ്രധാനമായും ഗോപൻ സ്വാമിയുടെ മരണത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നാണ് പരിശോധിക്കുന്നത്. വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിച്ചാണ് പരിശോധന നടത്തുക. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയുടെ ഫലം വരാൻ ഒരാഴ്ചയെങ്കിലും കാലതാമസമെടുക്കും. പരിക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി, എക്സ്റേ പരിശോധനയും നടത്തും. ഇതിന്റെ ഫലം ലഭിച്ചതിനു ശേഷം മറ്റു നടപടികളും ഉണ്ടാകും. 3ാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാനാണ്. രോഗാവസ്ഥയടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. മരിച്ചത് ഗോപൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ DNA പരിശോധനയും നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബം ഏറ്റെടുക്കേണ്ടി വരും. ഏറെ വിവാദമുണ്ടായ സംഭവമായതുകൊണ്ട് തന്നെ കളക്ടറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. തുടർന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇന്ന് അതിരാവിലെ തന്നെ വൻ പോലീസ് സന്നാഹത്തോടെ വീട്ടിലെത്തി കല്ലറ പൊളിക്കുകയായിരുന്നു. അതേസമയം നേരത്തെ പ്രതിഷേധമുയർത്തിയിരുന്നെങ്കിലും ഇന്ന് കല്ലറ പൊളിക്കുമ്പോൾ കാര്യമായ പ്രതിഷേധമൊന്നും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് നടത്താമെന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന തീരുമാനം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.